സ്നേഹവും വിഷമവും തമ്മിലുള്ള അധികമാരും ചിന്തിക്കാത്തൊരു ബന്ധം പറയട്ടെ. അതായത് നമ്മുടെ ഉള്ള സ്നേഹമായാലും വിഷമമായാലും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊരാളോട് പ്രകടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഇത്രയും വിഷമമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ഉണ്ടെന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുന്നിടത്തോളം വേറെ ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും അത്രത്തോളം പ്രകടിപ്പിക്കും. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടിപ്പിച്ച് തന്നെ കിട്ടണം എന്ന് മാധവിക്കുട്ടി പറഞ്ഞതുപോലെ പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം മനസ്സിലാക്കുക. ഇനി വിഷമത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം എത്രത്തോളം ആണെന്ന് ആ ലെവലിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി അതേ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും സങ്കടത്തിന്റെ ആഴം എന്നാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ സങ്കടം മറ്റൊരാളോട് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കത് ഒരു കഥയാണ്, നിങ്ങൾ അനുഭവിച്ച ജീവിതം. നിങ്ങളുടെ വിഷമം പങ്കുവയ്ക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ വിഷമമാണ് ഏറ്റവും വലുത്, മറ്റാരെക്കാളും ഞാനാണ് വിഷമിക്കുന്നത് എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം എല്ലാവർക്കും അവരവരുടെ വിഷമമാണ് ഏറ്റവും വലുത്. അത് ഏത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, അത് അനുഭവിക്കുന്ന ആൾക്ക് വലിയ കാര്യമായിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന അത്രയും വേദനയിൽ അത് കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം എന്നില്ല.